ഹലോ, നമ്മളിന്ന് മാമോദീസയാണ്. അപ്പോൾ നമ്മുടെ ഡേറ്റ് പോവുകയാണ്. നമ്മൾ മാമോദീസയ്ക്ക് പോവുകയാണ്. പുതിയ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി പള്ളിയിൽ വെച്ച് അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന യാത്രയാണ്. നമ്മൾ പോകുന്ന വണ്ടി ഇന്നോവയാണ്. അപ്പോൾ ഇന്നോവയിൽ കുറച്ച് ആൾക്കാർ ചെറിയ രീതിയിൽ കൂടുതലായിരുന്നു. എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്നുവെച്ചാൽ ഒരു സഹകരണ മനോഭാവത്തോടു കൂടി എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ആ വണ്ടി ഓടിക്കുന്ന നമ്മുടെ ചേട്ടൻ പറഞ്ഞു, മോനെ ഇവിടെ വണ്ടി നിർത്തി തരാം, ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, വേണമെങ്കിൽ വീഡിയോ എടുത്തോളം പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ തിരിച്ചു വരുമ്പോൾ മഴയായിരിക്കും. അപ്പം ഈ കോടമഞ്ഞൊക്കെ ഇറങ്ങി ഒന്നും കാണില്ല എന്നപ്പുറത്ത്. അത് കാരണം ഞങ്ങളെല്ലാം അവിടെ ഒന്ന് ഇറങ്ങി ആ വെള്ളച്ചാട്ടം എല്ലാം ഒന്ന് കണ്ട് ആസ്വദിച്ച് ആ യാത്ര അങ്ങനെ ഉണ്ട് തുടരുകയാണ് നമ്മൾ പള്ളിയിലേക്ക്. അങ്ങനെ നമ്മളവിടെ പള്ളിയിലെത്തി. സുഹത്തോട് പള്ളിയാണിത്. അപ്പോൾ അവിടെ കുർബാന സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളൂ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരുപാട് നേരത്തെ എത്തിയ പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അത് കാരണം തന്നെ അവിടെ പള്ളിയിലുള്ള സെമിത്തേരിയിലൊക്കെ പോയി അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് പമ്പ നദി ഒഴുകുന്നത്. പമ്പ നദിയുടെ തീരത്താണ് മുന്നേ ഇവർക്കൊരു വീടുണ്ടായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അവരവിടെ താമസിച്ചിരുന്നു. അതൊക്കെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് സീലിംഗ് വരെ എന്നുവെച്ചാൽ സീലിംഗ് ഫാനിൻ്റെ തൊട്ട് താഴെ വരെ വെള്ളം കയറിയെന്ന് പറഞ്ഞു. ഫാൻ മാത്രം നശിക്കാതെ തിരിച്ചു കിട്ടിയെന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പോഴും ആ വീട്ടിൽ ആരും താമസിക്കുന്നില്ല. ആ ഏരിയയിൽ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുർബാന തുടങ്ങി. കുർബാനയിലൊന്ന് സംബന്ധിച്ചു. ഫുള്ളായിട്ടില്ല, കുറച്ച് നേരമൊക്കെ. പിന്നെ കുറച്ച് നേരം പുറത്തിറങ്ങുന്നു. ദെൻ മാമോദീസ ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. സ്റ്റാർട്ട് ചെയ്യണം. ഈ വെള്ളം ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ജീവനുള്ള പിതാവിന്റെ നാമത്തിലും പിതാവിന്റെ നാമത്തിലും നാമത്തിലും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും. അങ്ങനെ മാമോദീസ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്കും ജസ്റ്റ് നോക്കിയപ്പോൾ ഓരോ പാറയുടെ ഉള്ളിൽ നിന്നൊക്കെ വെറുതെ വെള്ളം ഒലിച്ച് വരിക. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ അവിടെയൊക്കെ ഉറവകളാണെന്ന് പറയണത്. എവിടെ നോക്കിയാലും ഉറവകൾ. ഈ പത്തനംതിട്ടയിൽ ഞാൻ കണ്ടിടത്തോളം ഒരുവിധം എല്ലാ പാറയുടെ മുകളിൽ നിന്നും വെള്ളം ഒലിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത്രയധികം വെള്ളം ഉറവകളുള്ള സ്ഥലമാണ് പത്തനംതിട്ട എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ മനസ്സിലായി. അങ്ങനെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഓഡിറ്റോറിയത്തിൻ്റെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്ന പമ്പ നദിയാണ്. അതിലൂടെ ഒരു ഹെൽമെറ്റ് ഒഴുകി പോകുന്ന ഒരു കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഈ ഹെൽമെറ്റ് ആരുടെയാണാവോ എന്നുള്ളൊരു സംശയത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ദാണ്ടെ വരുന്നു. വിശപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോക്കാൻ പറ്റില്ലല്ലോ. വിശന്ന് കണ്ണ് കാണാനില്ല എന്നാണ് കിച്ചുമോൻ്റെ അപ്പോഴത്തെ ഒരു അവസ്ഥ. അങ്ങനെ നോക്കുമ്പോൾ അപ്പോഴേക്കും ഫുഡ് വന്നിട്ടോ. ഫുഡ് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഫുഡ്. അത് ഞങ്ങൾ അത്യാവശ്യം മൃഷ്ടാന്തം മിഴുങ്ങി എല്ലാവർക്കും വയറ് നിറയെ ഫുഡ് കഴിക്കാനുള്ള അവസരം കിട്ടി. ദെൻ ഞങ്ങൾ അവിടുന്ന് അത് ദഹിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കക്കാട് പവർ സ്റ്റേഷനാണ്. അപ്പോൾ ഇതിന് മുന്നേയും ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് നമുക്ക് വ്ളോഗും ക്ലീക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി നമ്മൾ പോയത്. അപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റി. മഴയൊന്നും ആ സമയത്ത് പെയ്തില്ല. അങ്ങനെ നമ്മൾ ശക്തമായി ഒഴുകി വരുന്ന ഈ വെള്ളത്തിലേക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ അവിടെ ആ പാലത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വവ്വാലുകൾ പറന്നു പോകുന്നത് കാണാൻ പറ്റും. അത് സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. സൂക്ഷിച്ച് നോക്കാത്തവരെ ഒരു പാകൂല. ദെൻ ഈ വെള്ളം ഒഴുകി വരുന്നത് നമ്മൾ പമ്പയിലേക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നടന്നപ്പോൾ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ദോണ്ടായിരിക്കുന്ന ഒരു കിളി. അതെന്ത് കിളിയെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പേരറിയുന്നവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് അറിയാമല്ലോ. അങ്ങനെ നമ്മൾ പമ്പാ നദിയുടെ ആ ഒഴുക്കിനെ ഒന്ന് എന്താ പറയുക ആസ്വദിച്ച്, അല്ലെങ്കിൽ ആ ഒഴുക്കിൻ്റെ ഭംഗിയെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് പോയി കുറച്ച് നേരം. അപ്പോഴാണ് മഴ വരുന്നുണ്ട് എന്ന് തോന്നിയത്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അവിടെ നിന്ന് മെല്ലെ മൂവ് ചെയ്യാം. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് മെല്ലെ മൂവ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ കിച്ചു പറഞ്ഞു വെള്ളത്തിൽ ഇങ്ങനെ ചുഴി പോലെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. സൂക്ഷിച്ച് നോക്കിയാൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ചെറിയൊരു ചുഴി പോലൊരു സംഭവം വരുന്നുണ്ട്. ഈ പ്രതിഭാസത്തിന് എന്താ പറയാമെന്നറിയില്ല, നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയും. അങ്ങനെ നോക്കുമ്പോൾ അതായത് കാറിൽ ആദ്യം അച്ചു കയറിയിരുന്നു. അപ്പോൾ അച്ചുവിനോട് ചോദിച്ചു എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ അവൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആംഗ്യ പ്രവർത്തനങ്ങളും അതുപോലെ മുഖം പൊത്തിപ്പിടിക്കുകയാണോ എന്താ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഇതെന്തൊരു തരം പരിപാടിയാണെന്നുള്ളത് അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഒരു രസം എന്നാണ് പറഞ്ഞത്. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ മാമോദീസ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. കിച്ചു കഴിച്ച ബിരിയാണി ഓർത്ത് ദുഃഖിക്കുന്നു. ഓക്കെ, കിച്ചു ബിരിയാണിയെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന അച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ കാർ ഓടിച്ചിരുന്ന ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു വരുമ്പോൾ നല്ല മഴയായിരുന്നു. അത് കാരണം തന്നെ എവിടെ ഇറങ്ങാനും പറ്റില്ല. ഇറങ്ങിയാൽ തന്നെ ഒരു കാഴ്ചയൊന്നും വീഡിയോ എടുക്കാനും പറ്റില്ല. കാരണം മഞ്ഞ് വന്ന് മൂടും. അതാണ് ഈ മലനിരകളുടെ ഒരു കുഴപ്പം. അങ്ങനെ ഞങ്ങൾ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ തിരിച്ച് മൈലപ്പുറയിലുള്ള ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ പിന്നാലെ ഒരുതൻ ഫോളോ ചെയ്ത് വരുന്നു. അവൻ്റെ പേരാണ് അല്ലമീൻ.
അപ്പോൾ ഈ ബസ്സിന് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള കാരണം ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ പറയൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവസാനം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു പൂമ്പാറ്റ അങ്ങനെ തേൻ കുടിക്കുന്നു. അപ്പോൾ ഈ പൂമ്പാറ്റയുടെ പോലെ നല്ല ഭംഗിയുള്ള പൂക്കളും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ വരുന്നുണ്ട്. അതിൽ നമ്മളൊരു ഹിഡൻ പ്ലേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു കിടിലൻ സ്ഥലമാണ്. അപ്പോൾ ആ സ്പോട്ട് നമ്മൾ അടുത്ത വീഡിയോ റിലീവ് ചെയ്യും കേട്ടോ. ഓക്കെ.